ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ 31-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി റോണി പോൾ മാവേലിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ EJ വിൻസെന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ് മുഖ്യാതിഥിയായിരുന്നു. മുനിസിപ്പൽ കൗൺസിലർ ജെയ്സൺ പാറേക്കാടൻ സ്വാഗതവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സതീഷ് പുളിയത്ത് നന്ദിയും പറഞ്ഞു. പൊതുരംഗത്ത് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയാണ് ആളുകളോട് ആശയവിനിമയം ചെയ്യാൻ സാധിക്കുക? ആ ആശയവിനിമയത്തിൽ കൂടെയാണ് നമുക്ക് ആളുകളുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ആ ജനറേഷനെ പ്രസന്റ് അവരുടെ മുമ്പിൽ നമ്മൾ ചെന്ന് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ കൂടി നമ്മൾ വിശ്വാസത്തിലെടുത്ത് ഒരു തെരഞ്ഞെടുപ്പിന് വിജയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ കണ്ടൊരു കാര്യം, ഈ കുട്ടികളിൽ 70% ആൾക്കാർ പുറത്ത് പഠിക്കാൻ പോയിരിക്കും. പക്ഷേ അവർ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം ഇപ്പോൾ കാര്യമായിട്ട് വരുന്നില്ല. ഈ പുതിയ ജനറേഷൻ്റെ കുട്ടികൾ അധികവും പുറത്ത് വിദേശത്തോ അല്ലെങ്കിൽ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോയി നാട്ടിലില്ലാത്തൊരു സാഹചര്യം നമ്മുടെ മുൻപിലിപ്പോൾ കാണുക. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുടെ മധ്യത്തിൽ കൂടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, ഒരു പട്ടണത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭരണത്തിൻ്റെ തുടർച്ചയാണ്. അതായത് പുതിയ ഭരണമല്ലല്ലോ, ഒരു ഭരണത്തിന് തുടർച്ചയായിട്ട് ഭരണത്തിനെ സമീപിക്കാൻ പോകുമ്പോൾ കഴിഞ്ഞ ഭരണത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും കുറവുകളുണ്ടോ ആളുകൾ ആദ്യം ചർച്ച ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വികസന മുന്നണി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. വികസന മുന്നണി എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ഭരണ കാലഘട്ടത്തിൽ നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെ കുറവ്